വാങ്കഡെ സ്റ്റേഡിയം. അരലക്ഷത്തിലധികം വരുന്ന ജനസാഗരം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, സഞ്ജു, സഞ്ജു. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന് ഇങ്ങനെയൊരു ജനപിന്തുണ ലഭിക്കുന്നത് അപൂർവമാണ്. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു താരത്തെ ഇത്രയും ശക്തമായി ആരാധകർ പിന്തുണച്ചത് വളരെ കുറവാണ്. എന്നാൽ ഇന്ന് ആ ഗാലറികൾ മുഴുവൻ മുഴങ്ങുന്ന പേര് ഒരേയൊന്നാണ്, സഞ്ജു സാംസൺ. ഇത് വെറും ഒരു താരത്തിന്റെ കഥയല്ല, ഇതൊരു കാത്തിരിപ്പിന്റെ കഥയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രതീക്ഷയുടെ കഥ. പലവട്ടം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടും വിമർശനങ്ങൾ കേട്ടിട്ടും ഒരിക്കലും തളരാതെ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ച ഒരു പോരാളിയുടെ കഥ. സഞ്ജു സാംസൺ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയർന്നപ്പോൾ മുതൽ തന്നെ ആരാധകർക്ക് അവനിൽ ഒരു പ്രത്യേക വിശ്വാസമുണ്ടായിരുന്നു. അവന്റെ ബാറ്റിംഗിൽ ഒരു സ്വാഭാവിക സൗന്ദര്യമുണ്ടായിരുന്നു, ഒരു ടൈമിങ്ങും ഒരു ക്ലാസും, ഒരു ഭയമില്ലാത്ത സമീപനവും. പക്ഷേ അതിനൊപ്പം തന്നെ അവന്റെ കരിയറെന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുകയായിരുന്നു. ടീമിൽ ഒരിക്കൽ വന്നാൽ പിന്നീട് പുറത്താകൽ, വീണ്ടും വിളിപ്പിക്കപ്പെടൽ, വീണ്ടും ബെഞ്ചിലിരിക്കൽ. ഇത് സഞ്ജുവിന്റെ ജീവിതത്തിലെ പതിവായി മാറിയിരുന്നു. അവനെ പിന്തുണച്ച ആരാധകർ ഓരോ തവണയും ചോദിച്ചു, ഇവനൊരു സ്ഥിരമായ അവസരം എപ്പോഴാണ് ലഭിക്കുക? ലോകകപ്പിന് മുമ്പുള്ള മാസങ്ങൾ സഞ്ജുവിന് അത്ര എളുപ്പമല്ലായിരുന്നു. പല പരമ്പരകളിലും അവൻ ടീമിലുണ്ടായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. പല മത്സരങ്ങളിലും അവൻ ഡഗൌട്ടിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു. ചിലപ്പോൾ പാഡും ഗ്ലൗസും ധരിച്ച് തയ്യാറായി നിന്നെങ്കിലും അവസരം വന്നില്ല. എന്നാൽ സഞ്ജു ഒരിക്കലും പരാതിപ്പെട്ടില്ല. അവൻ ചെയ്തത് ഒരൊറ്റ കാര്യം മാത്രം, പരിശീലനം. ദിവസവും നെറ്റ്സിൽ മണിക്കൂറുകളോളം ബാറ്റിംഗ്, പുതിയ ഷോട്ടുകൾ, പുതിയ പദ്ധതികൾ. കാരണം അവൻ അറിയാമായിരുന്നു, ഒരു ദിവസം അവസരം വരും, അപ്പോൾ അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവനെ വിശ്വസിച്ച ചിലരുണ്ടായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീരായിരുന്നു. ഗംഭീർ ഒരിക്കൽ പറഞ്ഞിരുന്നു, സഞ്ജു കളിക്കാത്തത് സഞ്ജുവിന്റെ നഷ്ടമല്ല, ഇന്ത്യയുടെ നഷ്ടമാണ്. ആ വിശ്വാസം കൊണ്ടാണ് ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിന് അവസരം ലഭിച്ചത്. അവസാനം ആ അവസരം വന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിലാണ്. അതൊരു സാധാരണ മത്സരം മാത്രമല്ലായിരുന്നു, അത് ഇന്ത്യയ്ക്ക് ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലായിരുന്നു. പരാജയപ്പെട്ടാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത. അത്തരം സമ്മർദ്ദമുള്ള സാഹചര്യത്തിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ്, ലക്ഷക്കണക്കിന് ആരാധകർ. ആ ദിവസം സഞ്ജു സാംസൺ ഒരു കൊടുങ്കാറ്റായി മാറി. സ്പിന്നർമാരെ അവൻ അതിശയകരമായ ആത്മവിശ്വാസത്തോടെ നേരിട്ടു. ഡ്രൈവുകൾ, പുൾ ഷോട്ടുകൾ, കവർ ഡ്രൈവുകൾ, സിക്സറുകൾ. ഓരോ ഷോട്ടും ഗാലറിയെ എഴുന്നേൽപ്പിച്ചു. സമ്മർദ്ദഘട്ടത്തിൽ പുറത്താകാതെ അവൻ നേടിയത് 97 റൺസ്. ഒരു മികവുറ്റ ഇന്നിംഗ്സ്. ആ ഇന്നിംഗ്സ് ഇന്ത്യയെ സെമിഫൈനലിലേക്ക് എത്തിച്ചു. അവൻ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഡഗൌട്ടിൽ നിന്നിരുന്ന ഗൗതം ഗംഭീർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ടീം മുഴുവൻ അവനെ അഭിനന്ദിച്ചു. അത് വെറുമൊരു ഇന്നിംഗ്സ് മാത്രമല്ലായിരുന്നു, അത് ഒരു പ്രഖ്യാപനമായിരുന്നു. ഞാൻ തയ്യാറാണ്. സെമിഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ. വേദി വാങ്കഡെ സ്റ്റേഡിയം. ഇംഗ്ലണ്ടിന്റെ പ്രധാന ആയുധം ലോകോത്തര പേസർ ജോഫ്ര ആർച്ചർ. പലതവണ സഞ്ജുവിനെ പുറത്താക്കിയ ബൗളർ. എന്നാൽ ആ ദിവസം കഥ മാറി. ആർച്ചറുടെ ഷോർട്ട് ബോളുകൾ, ആർച്ചറുടെ സ്ലോവർ ബോളുകൾ ഒന്നും സഞ്ജുവിനെ തടഞ്ഞില്ല. ഒരു സിക്സർ, പിന്നീട് മറ്റൊന്ന്. ഗാലറി മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ആർച്ചറിനെതിരെ മാത്രം 4 വമ്പൻ സിക്സറുകൾ, ആകാശത്ത് പാറിയ ഷോട്ടുകൾ. വെറും 42 പന്തിൽ 89 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിൽ. ഇത് വെറും ബാറ്റിംഗ് അല്ലായിരുന്നു, ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു. അതേസമയം ഇന്ത്യയുടെ ബോളിംഗിലും ഒരു നായകൻ ഉയർന്നു. അവൻ മറ്റാരുമല്ല, ജസ്പ്രീത് ബുംറ. ഇംഗ്ലണ്ടിന്റെ ശക്തമായ ബാറ്റിംഗ് നിരയെ ബുംറ തകർത്തു. യോർക്കറുകൾ, ഡോട്ട് ബോളുകൾ, നിർണായക വിക്കറ്റുകൾ. സെമിഫൈനലിലെ യഥാർത്ഥ സമ്മർദ്ദം കൈകാര്യം ചെയ്തത് ബുംറ ആയിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗും ബുംറയുടെ ബോളിംഗും ചേർന്നപ്പോൾ ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു. അന്ന് ഒരു ചെറിയ നിമിഷം ആരാധകരെ കൂടുതൽ സ്പർശിച്ചു. 89 റൺസിൽ നിൽക്കുമ്പോൾ സഞ്ജുവിന് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവൻ ടീമിന്റെ സ്കോർ ഉയർത്താൻ ശ്രമിച്ചു. ഒരു വലിയ ഷോട്ട് ശ്രമിച്ചു. അവിടെ അവൻ പുറത്തായി. അത് സഞ്ജുവിന്റെ സ്വഭാവം വ്യക്തമാക്കിയ നിമിഷമായിരുന്നു. ടീമിനായി കളിക്കുന്ന ഒരു സ്വാർത്ഥതയില്ലാത്ത താരം. അവൻ മടങ്ങുമ്പോൾ ഡഗൌട്ട് മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, ക്യാപ്റ്റനും പരിശീലകനും സഹതാരങ്ങളും. കാരണം അവർ അറിഞ്ഞിരുന്നു, അവൻ ടീമിനായി എല്ലാം കൊടുത്തിരുന്നു.
ഇപ്പോൾ മുന്നിൽ ഒരു മാത്രം മത്സരം. ഫൈനൽ. എതിരാളികൾ ന്യൂസിലാൻഡ്. ഇന്ത്യയെ ഫൈനലുകളിൽ പലതവണ വെല്ലുവിളിച്ച ടീം. പക്ഷെ ഈ തവണ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വേറെയാണ്. ബോളിംഗിൽ ബുംറ, ബാറ്റിംഗിൽ സഞ്ജു. മില്യൺ കണക്കിന് ആരാധകർ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഫൈനൽ വെറുമൊരു മത്സരം മാത്രമല്ല, ഇത് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കഥയുടെ അവസാന അധ്യായമാണ്. പലവട്ടം തഴയപ്പെട്ട ഒരു താരത്തിന് കാലം നൽകുന്ന കാവ്യനിധി. സഞ്ജു സാംസൺ എന്ന മലയാളി യുവാവ് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഒരു ചെറിയ നഗരത്തിൽ നിന്നുള്ള ഒരു ബാലൻ ഇന്ന് ലോക ക്രിക്കറ്റിന്റെ വലിയ വേദിയിൽ നിൽക്കുന്നു. അവന്റെ ബാറ്റ് വീണ്ടും തീപ്പൊരി പാറിച്ചാൽ അത് ഇന്ത്യയുടെ വിജയം മാത്രമല്ല, അത് കാത്തിരുന്ന ഓരോ ആരാധകന്റെയും വിജയമായിരിക്കും. കാരണം ചില കഥകൾ, ചില വിജയങ്ങൾ വെറും സ്കോർ ബോർഡിൽ മാത്രം എഴുതപ്പെടുന്നില്ല. അവ എഴുതപ്പെടുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അതാണ് ഗ്യാലറികളുടെ സ്വന്തം സഞ്ജു.